ബോംബെയിലുള്ളപ്പോൾ ഞാൻ അവിടെ ദൂരമുണ്ട്. അപ്പോൾ ബോറിവലി എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ കാർ ഓടിച്ച് ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ 100 വരെ പ്രതീക്ഷിച്ചിട്ട് 2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഇനിഷ്യൽ സ്റ്റേജിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് റെക്കോർഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എപ്പോഴും ഞാൻ വന്ന് കണ്ടുകൊള്ളുമല്ലോ. അങ്ങനെ വൈഫ് റെക്കോർഡ് ചെയ്ത് പിടിക്കാൻ തുടങ്ങി, ഷൂട്ട് ചെയ്തിട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ കൊണ്ട് 2 പേരെ കൊണ്ടും പറ്റൂല ഈ സാധനം. അങ്ങനെയാണ് ഞങ്ങളൊരു പ്രൊഫഷണൽസിനെ ഏൽപ്പിച്ച് അപ്പോൾ മണി ടോക്സ് വിത്ത് നിഖിൽ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി. അപ്പോൾ അന്ന് ഞാൻ ഇംഗ്ലീഷിലും പറഞ്ഞു മലയാളത്തിലും പറഞ്ഞു. എൻ്റെ ഇംഗ്ലീഷ് ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല, അപ്പോൾ മലയാളം ആൾക്കാർക്ക് മനസ്സിലായി. അങ്ങനെ മണി ടോക്സ് ഗ്രോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദെൻ ഐ അണ്ടർസ്റ്റുഡ് കമ്മിങ് ബാക്ക് ടു കേരള ഇസ് ദ ബെസ്റ്റ് തിങ്. അങ്ങനെയാണ് ഞാൻ ബോംബെയിൽ നിന്ന് വിട്ടിട്ട് കേരളയിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മനസ്സിലായി ഈ ബ്രാഞ്ചസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇഫ് ഐ ഹാവ് എ സെൻട്രൽ പ്ലേസ്, ഞാൻ വിചാരിക്കണ പോലെ എൻ്റെ ടീം ക്ലയൻസിനോട് വർക്ക് ചെയ്ത് തുടങ്ങും. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്ഥലത്താണെങ്കിൽ ട്രെയിനിങ്ങും ഇംപ്ലിമെൻറ്റേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനൊരു ബ്രാഞ്ച് മാത്രം വെച്ച് മറ്റുള്ള ബ്രാഞ്ച് എല്ലാവരും ക്ലോസ് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മീറ്റിങ്ങുകളൊക്കെ കൂടെ ഒരു സൂമിൽ കൂടെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ മണി ടോക്സിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജേണിയാണ്. ഒരു ഞങ്ങൾക്ക് ആളുകളെ പൈസനെ പറ്റി പറയണം, എന്നിട്ട് അവർക്ക് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും എന്തൊക്കെയാണ് മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്തൊക്കെ ആൾക്കാർക്ക് നമ്മൾ അവർക്ക് എന്താണോ വേണ്ടത് ആ ലെവലിൽ നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അവയർനെസ് ബിൽഡ് ചെയ്യാന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് പോലെ ഉണ്ടാകുന്ന ഒരു കാര്യം. അപ്പോൾ അതൊരു കൃത്യമായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മളെങ്ങനെ വെച്ചാൽ ഇപ്പം മണി ടോക്സിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ ബേസിക്കലി ബ്രിങ്ങിങ് അവയർനെസ്. ആ ടൈമിൽ ബിസിനസ് ഒക്കെ ഒന്നുമില്ല. അതിൽ ഈ സംവൺ നമ്മുടെ ഒരു 90% ആൾക്കാർ ജസ്റ്റ് ടേക്ക് ദി ഇൻഫർമേഷൻ ഗോ. ഈ 10% ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഓക്കെ എന്തുകൊണ്ട് ഇയാളെ ഏൽപ്പിച്ചുകൂടാന്ന്. സീരിയസ്ലി അതിലേക്ക് ഇതാവുന്ന അല്ലേ, കണക്ട് ആവുന്ന. ചില ആൾക്കാർക്ക് നമ്മുടെ ആ ബേസിക് ഇൻഫർമേഷൻ കിട്ടി ചിലപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവും. സോ ലെറ്റ് ദം ബി. ഇപ്പോൾ ഇതിലൊരു കാര്യമുണ്ടല്ലോ, നമുക്ക് നോളജ് ഉണ്ടാവണം, നമുക്ക് സമയം ഉണ്ടാവണം, പിന്നെ നമുക്ക് ചെയ്യാനുള്ള റിയൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇതിലേതെങ്കിലും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പറ്റില്ല. ചില ആൾക്കാർക്ക് നോളജ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും, സമയം ഉണ്ടാവില്ല. ചില ആൾക്ക് സമയം ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും, നോളജ് ഉണ്ടാവില്ല. അതെ. ഈ നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വെറുതെ ഉള്ള അറിവ് മാത്രമല്ല, അതിനുള്ള കറക്റ്റ് ടെമ്പറമെൻ്റ് ഉണ്ടെന്നുള്ളത്. നമുക്ക് ആ ഫിയറിനെയും ഗ്രീഡിനെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളത് ഇതും കൂടി നോക്കിയാലേ നമുക്ക് പറ്റത്തുള്ളൂ. എക്സാക്ട്ലി. അപ്പോൾ ഈ ഒരുപാട് കോൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ, വരാറുണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഒരു പേഴ്സണൽ അഡ്വൈസ് പോലെയൊക്കെ അങ്ങനെ കൺസൾട്ട് ചെയ്യാറുണ്ടോ? അത് ഇപ്പോൾ ഞങ്ങൾക്കൊരു ടീം ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഒരു 1 hour മീറ്റിംഗ് ഒക്കെ എടുത്തിട്ട് സംസാരിക്കാൻ പറ്റും. അവരുടെ ഓരോ ക്ലയൻസിൻ്റെയും ഫിനാൻഷ്യൽസൊക്കെ പറഞ്ഞിട്ട് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ എന്താണെന്നൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത്തരം കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ ഉണ്ടാവും. ഒരു ജസ്റ്റ് ഒരു 1 hour മീറ്റിംഗ്. അത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ? പലർക്കും അത് അവരുടെ ഒരു ലൈഫ് മാനേജ് ചെയ്യാനായിട്ട് ഇത്തരം ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഇത്തരം ഒരു ഈ പറഞ്ഞ നോളജബിൾ പേഴ്സൺ ആയിട്ടുള്ള ഒരാളുടെ അഡ്വൈസ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഈ അഡ്വൈസ് ചെയ്തിട്ട് ചിലപ്പോൾ ചിലർ അത് കഴിഞ്ഞ് നമ്മളോട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തോളാൻ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ആയിട്ട് പോകും. ചിലപ്പോൾ ത്രൂ ഔട്ട് ലൈഫ് ആ റിലേഷൻഷിപ്പ് നമുക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മുടെ ഉദ്ദേശിച്ച ആ മീറ്റിംഗിൽ അവസാനിപ്പിക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്നും സംഭവിക്കാനില്ല. കാരണം ഈ മീറ്റിംഗ് നമ്മൾ ഇപ്പം ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞ കാര്യം വെച്ചാൽ മന്ത്ലി കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഇത്ര ശതമാനം മാറ്റി വയ്ക്കുന്ന പറഞ്ഞു, അതാർക്കും അറിയാത്തത്. പക്ഷെ അത് കണ്ടിന്യൂസ്ലി ആർ യു ഡൂയിങ് ഇറ്റ്? അവിടെയാണ് ഈ റിവ്യൂസിൻ്റെയും റെഗുലർ റിലേഷൻഷിപ്പിൻ്റെ ആവശ്യം വരുന്നത്. യെസ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ആസ്പെക്ട്, ബിസിനസ് ആസ്പെക്റ്റിൽ ഇത് പറയുമ്പം നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ലൈക്ക് നമ്മുടെ ഈ സേവിങ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി ആണ് നമ്മുടെ സേവിങ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതാണോ ബെറ്റർ? അതെ, നമ്മുടെ ഒരു സേവിങ്സ് ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിന് ഈക്വലായിട്ട് എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകുന്നതാണോ കുറച്ചുകൂടെ ബെറ്റർ? അതാണ് നല്ലത്. പക്ഷേ എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഇവൻ ഞാനും വീഡിയോ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരും വീഡിയോയിലൊക്കെ ഇഷ്ടമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ 3 ടൈപ്പ് ഓഫ് ഹാബിറ്റ് ഉണ്ട്. പൈസ കിട്ടുമ്പോൾ നമുക്ക് എന്താണ് ആക്ച്വൽ സ്വഭാവം നമുക്ക് മനസ്സിൽ ഫസ്റ്റ് തിങ്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനിത് പണ്ടൊരിക്കലും ഒരു സ്കൂളിൽ പോയിട്ട് സംസാരിക്കാനുള്ള ഒരു 1000-ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കായിരുന്നു പൈസ കിട്ടുമ്പോൾ എന്താണ് മക്കളുടെ മനസ്സിൽ ആദ്യം വരുന്നത്. അപ്പോൾ അവർക്ക് ആൻസർ ഒന്നും പറയില്ല. അപ്പോൾ ഞാൻ അച്ഛന്മാർ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അച്ഛനൊക്കെ ആണെങ്കിൽ ആദ്യം EMI എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, 5ാം ക്ലാസ് തുടങ്ങിയുള്ള 10ാം ക്ലാസ് വരെ പിള്ളേരുടെ മനസ്സിൽ തന്നെ പഠിപ്പിച്ച് കഴിഞ്ഞു. ഫസ്റ്റ് നമുക്ക് ശമ്പളം കിട്ടി ആലോചിക്കേണ്ടത് EMI ആണെന്നുള്ളത്. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം. അപ്പോൾ നമ്മൾ ആ EMI അല്ലെങ്കിൽ സ്പെൻഡിങ്ങിനെ കുറിച്ചാണ് ഫസ്റ്റ് ആലോചിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷ് കൈനീട്ടം കിട്ടി, ഫസ്റ്റ് ആലോചിക്കണം എനിക്ക് ഇന്ന സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വി ആർ ബിക്കമിങ് സ്പെൻഡേഴ്സ്. അതാണ് ഫസ്റ്റത്തെ നമ്മളപ്പോൾ ചിലവാക്കുന്ന ആൾക്കാരാണ്. അതിന് പകരം ഫസ്റ്റ് പൈസ കിട്ടുമ്പോൾ തന്നെ ഇത്ര പൈസ എനിക്ക് എടുത്ത് മാറ്റി വയ്ക്കാലോ, ഇത്ര പൈസ എനിക്ക് SIP ഇൻവെസ്റ്റ് ചെയ്യാലോ, ഇത്ര പൈസ എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ദാറ്റ് ഈസ് കോൾഡ് സേവിങ്സ്. യെസ്, എക്സാക്ട്ലി. എന്നിട്ട് ബാക്കിയുള്ളതിന് വല്ലതും
ചെയ്താൽ ചെയ്തു എന്നുള്ള ഇതിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഐ തിങ്ക് കുഞ്ഞിലെ തൊട്ട് എനിക്ക് ആ മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നത്. പക്ഷേ ഞാനും പറഞ്ഞിട്ട് ആ മൈൻഡിനുള്ള കോടീശ്വരനും ഞാനായിട്ടില്ല. പക്ഷേ ഐ ഫീൽ ദറ്റ് എനിക്ക് കുഞ്ഞിൽ തുടങ്ങിയിട്ട് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് എന്ന് പൈസ കിട്ടി കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് സേവ് ചെയ്യും. ഞാൻ പറഞ്ഞ ഐ എം ടോക്കിംഗ് അബൌട്ട് മൈ 5 year old മീ. പക്ഷേ ഇൻവെസ്റ്റർ എന്ന് പലപ്പോഴും പറഞ്ഞ കാര്യം നമ്മൾ ഇപ്പോൾ ആൾക്കാർ SIP പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്ററായിട്ട് കൂട്ടണം. അതൊന്നും SIP അതല്ല ഇൻവെസ്റ്റർ കൾച്ചർ എന്ന് പറഞ്ഞാൽ. ഇൻവെസ്റ്റർ എന്ന് വെച്ചാൽ യു ആർ പുട്ടിങ് ദാറ്റ് മണി ടു എൻഷുർ. ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് മോള് ചോദിച്ചു, അച്ഛാ എനിക്കൊരു മണി അഡ്വൈസ് തരാൻ പറഞ്ഞപ്പോൾ ഞാൻ മോളോട് വെറുതെ അപ്പം തോന്നിയത് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് മോൾ കിട്ടുന്ന എല്ലാ പൈസയും മോൾ സേവ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രം എടുത്തിട്ട് മോൾക്ക് എന്താണ് വാങ്ങേണ്ടത് വെച്ചാൽ വാങ്ങും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോൾക്ക് ഐഫോൺ വാങ്ങാം, ഇത് വാങ്ങാം, അത് വാങ്ങാം. ബട്ട് ദറ്റ് ഐഫോൺ ഷുഡ് കം ഫ്രം യുവർ പ്രോഫിറ്റ്. അപ്പോൾ മോൾ പറഞ്ഞു ദിസ് ഇസ് ഗുഡ്, ഐ തിങ്ക് ഐ ഷുഡ് ഫോളോ ദിസ്. യു ഹാവ് ടു വെയിറ്റ് അല്ലേ? യു ഹാവ് ടു വെയിറ്റ് പേഷ്യൻ്റ്ലി വെയിറ്റ് ആൻഡ് യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ടോ മച്ച് ഓൾസോ ഫോർ ദിസ്. നിങ്ങൾ ഓൺ എ റെഗുലർ ബേസിസ് യു ആർ ഇൻവെസ്റ്റിംഗ്. ഐ തിങ്ക് ഇൻ നെക്സ്റ്റ് 1 year or 2 year onwards യു വിൽ ഗെറ്റ് ദറ്റ് ഫ്രൂട്ട്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് എടുത്തിട്ട് ഈവൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു ഐഫോൺ വാങ്ങണം എന്നുള്ള. 1 ലക്ഷം രൂപ വരും. അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് 1 ലക്ഷം രൂപ എത്തിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി വാങ്ങണേക്കാളും ഭേദം 1 ലക്ഷം എത്തിച്ചിട്ട് അധികം ഒരു 10,000 രൂപയ്ക്ക് ഒരു ചെറിയ ഫോൺ വാങ്ങും. ദാറ്റ് മീൻസ് യുവർ അഫോർഡബിലിറ്റി ഈസ് ഓൺലി ദാറ്റ് മച്ച്. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കി 90,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇതേമാതിരി ഈ സെയിം എഫേർട്ട് എടുത്തിട്ട് അതിൽ കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യും. ഒരു 3 കൊല്ലം കഴിയുമ്പോൾ പിന്നെ തുടങ്ങിയിട്ട് എല്ലാ വർഷവും നമുക്ക് വേണമെങ്കിൽ ഫോൺ മാറ്റണമെങ്കിൽ മാറ്റാം, എല്ലാ 3 വർഷം ഐഫോൺ പ്രോഫിറ്റ് ചെയ്തെടുത്ത് വേണമെങ്കിൽ വാങ്ങാം. ഇതെല്ലാം നമുക്ക് പറ്റും. എക്സാക്ട്ലി. ആ ഒരു പ്ലാനിങ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം അല്ലേ? അതെ. ബാങ്കിൽ FDs ഇടുന്നത് ചിലർ പറയാറുണ്ട് അത് വലിയൊരു മണ്ടത്തരമാണ്, ചിലർ പറയാറുണ്ട് ഒരു സേഫ് ഏരിയ ആണ്. മണ്ടത്തരം എന്ന് പറയാൻ കാര്യം നമ്മൾ അത്രയും ഒരു ഇതുകൊണ്ട് നമ്മളൊരു ബാങ്കിന് കൊടുക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ്, അതായത് നമ്മൾ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുമ്പം വളരെ തുച്ഛമായിട്ടുള്ള ബാങ്കുകാരാണ് വളരുന്നത്, അതൊരു സോ കോൾഡ് സ്കാം ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എന്താണ്? നമുക്ക് എല്ലാവരും വേണം, FD വളരെ നല്ലതാണ്. പക്ഷേ നമുക്ക് എത്രമാത്രം അത് FD വേണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഓരോരുത്തരും ഓരോ സ്റ്റേജിൽ ആവശ്യങ്ങൾ ഡിഫറൻ്റ് ആണ്. അല്ലാതെ നമുക്കൊരു ലംസം മണി ഉണ്ടെങ്കിൽ അതിൽ എത്ര പെർസെൻറ്റേജ് ഏതിൽ വെക്കണം എന്നുള്ളത് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരാളെടുത്തൊരു കിട്ടുന്ന ശമ്പളം ആ മാസം തന്നെ തീർന്നു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി FDയോ അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടിൽ മാത്രം ഇട്ടിട്ട് ഒരു 6 മാസത്തേക്കുള്ള എക്സ്പെൻസ് അതിൽ മീറ്റ് ചെയ്യുക. അതാണ് എമർജൻസി ഫണ്ട്. അതിന് ഈ FD പോലത്തെ അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടേ പാടുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രാ പൈസയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്കൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാണ്ട് ഡേ 1 തുടങ്ങിയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ ഒരു സ്മോൾ ക്യാപ്പിൽ അല്ലെങ്കിൽ ഡിഫൻസ് ഫണ്ടിൽ നല്ല റിട്ടേൺ പാസ് പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യലല്ല വേണ്ടത്. അപ്പം ആ ഒരു ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ തന്നെ ഈ ഗുഡ് ഡെറ്റും ബാഡ് ഡെറ്റും ഉണ്ടല്ലോ, ശരിക്കും അതെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ലൈക്ക് ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ സാധാരണക്കാർ അങ്ങനെ ചിന്തിക്കാറില്ല എന്ന് തോന്നുന്നു. ഒരു ലേമാൻ തോട്ട് പ്രോസസ്സിൽ ഡെറ്റ് എന്നുള്ള ഒരു ഐഡിയോളജി മാത്രം. എന്ത് സാധനം നമ്മൾ കടമെടുത്ത് വാങ്ങുന്നു അതിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഗുഡ് ഡെറ്റ്. അല്ലെങ്കിൽ ആ വാല്യൂ ഡിപ്രീഷിയേറ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ബാഡ്. ഇപ്പോൾ നമ്മൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ FD ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് ഈ ലോങ് ടേമിൽ പോകുമ്പോൾ ഉള്ളൊരു ലൈക്ക് ഒരു ഇൻഫ്ലേഷൻ അതിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻഫ്ലേഷൻ ഒട്ടും ബീറ്റ് ചെയ്യില്ല FD ബീറ്റ് ചെയ്യില്ല. ഇപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ 1 കോടി രൂപ ഉണ്ട്, എനിക്ക് അടുത്ത വർഷം മോളെ കല്യാണം കഴിപ്പിക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് അറിയാം, FD ഇട്ടാൽ മതി. അത് തുടരുത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങാനും അടുത്ത കല്യാണത്തിൻ്റെ ടൈമിൽ 20% അടിയിലാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ വി ആർ ഇൻ ട്രബിൾ. അന്ന് എനിക്ക് എൻ്റെ മോളുടെ കല്യാണം നടക്കാൻ പോകുന്നത് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അത് FD ഇട്ട് വെക്കണം എന്തിനാ? നേരെ മാർക്കറ്റിലിട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ 1 കോടി ഇട്ടാൽ മതി, അതിൻ്റെ ലാഭം കൊണ്ട് കല്യാണം നടത്താം. ലാഭം കൊണ്ട് മാത്രം, ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ വയ്ക്കാൻ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഇൻഫ്ലേഷൻ എവിടെയാണ് സാധാരണക്കാരനെ അഫക്റ്റ് ചെയ്ത് വരുന്നത്? അവൻ്റെ സേവിങ്സിൽ എവിടെയാണ് അത് അഫക്റ്റ് ചെയ്ത്? ഇൻഫ്ലേഷൻ വെച്ചാൽ വളരെ സിമ്പിൾ അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇൻഫ്ലേഷൻ 2 ഇൻഫ്ലേഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ പത്രത്തിൽ കണ്ടഡ് ഇൻഫ്ലേഷൻ, 2 പേഴ്സണൽ ഇൻഫ്ലേഷൻ. ഈ പേഴ്സണൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പേഴ്സണൽ ഇൻഫ്ലേഷൻ പറഞ്ഞില്ല. ഞാൻ ബാംഗ്ലൂർ ആയിരുന്ന ടൈമിൽ കല്യാണത്തിന് മുന്നേ ഞാനൊരു പേയിങ് ഗസ്റ്റായിട്ട് PG ആയിട്ട് താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അന്ന് 2,500 രൂപയാണ് എൻ്റെ റെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കല്യാണം കഴിഞ്ഞ് പിറ്റേ മാസം കൊണ്ട് ഫ്ലാറ്റ് എടുത്ത് താമസിച്ച് 15,000 രൂപ റെൻറ്റ്. അതാണ് ഇൻഫ്ലേഷൻ. ഓക്കെ, മനസ്സിലായില്ലേ?
അതിനു മുന്നേ ഞാൻ ശാന്തി സാഗർ എന്നൊക്കെ പറഞ്ഞ അവിടെ ഹോട്ടൽ ചെയിനുകളുണ്ട്, അവിടെ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കണത് സെയിം ഹോട്ടലിൽ പോയിട്ട് ഇഡ്ഡലിയും സാമ്പാറും കൗണ്ടറിൽ നിന്ന് പറയും, പുറത്തുനിന്ന് കഴിക്കും. വൈഫിനായിട്ട് പിന്നെ പോയപ്പോൾ ആ സെയിം ഹോട്ടലിൽ തന്നെ സെയിം ഇഡ്ഡലി സാമ്പാർ വൈഫ് പറഞ്ഞ് അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല, അകത്ത് കയറി കഴിക്കണം എന്ന് പറഞ്ഞു. AC റൂമിലിരുന്ന് കഴിച്ചു. ഇഡ്ഡലിയുടെ വില മാറി. ദാറ്റ്സ് കോൾഡ് ഇൻഫ്ലേഷൻ.